KSRTCയുടെ സ്വിഫ്റ്റ് ബസിന്റെ ടയർ പൊട്ടിയത് പരിഭ്രാന്തി പരത്തി. നെല്ലിമറ്റത്ത് വെച്ചാണ് സംഭവം. മൂന്നാറിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോവുകയായിരുന്ന KSRTCയുടെ സ്വിഫ്റ്റ് ബസിന്റെ പിൻചക്രവും എയർ സിസ്റ്റവും പൊട്ടിയതിനെ തുടർന്നാണ് ബസ്സിനടിയിൽ നിന്ന് തീയും പുകയും ഉയർന്നത്. ബസ് നിർത്തി യാത്രക്കാരെ ഉടൻ പുറത്തിറക്കിയ ശേഷം ബസ്സിലെ തന്നെ ഫയർ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ച് ജീവനക്കാർ ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും വീണ്ടും പുക ഉയർന്നു. നാട്ടുകാരും തുടർന്നെത്തിയ ഫയർഫോഴ്സും ചേർന്നാണ് ആളിപ്പടരും മുമ്പേ തീയണച്ചത്. നെല്ലിമറ്റം എംബിറ്റ്സ് കോളേജിന് സമീപത്ത് വെച്ച് ചൊവ്വാഴ്ച വൈകുന്നേരമാണ് സംഭവം. ടയർ പൊട്ടിയതോ എയർ സിസ്റ്റത്തിന്റെ തകരാറോ ആകാം തീപിടിക്കാൻ കാരണമെന്ന് ഡ്രൈവർ പറഞ്ഞു. ബസിന്റെ ഇടതുവശത്തെ ഇന്നർ ടയർ പൊട്ടുകയും ബസ് ഒതുക്കി നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങിച്ചെന്ന് നോക്കിയപ്പോഴാണ് ടയറിൻ്റെ ഭാഗത്തുനിന്ന് തീ കാണുന്നത്. അന്നേരം തന്നെ ബസ്സിലുള്ള യാത്രക്കാരെ എല്ലാം ഇറക്കുകയും ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ഇത് വെച്ച് പെട്ടെന്ന് തീ അണയ്ക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും തീ ഉയർന്നപ്പോഴത്തേക്ക് നാട്ടുകാരും നല്ല അടുത്തുള്ള വീട്ടിൽ നിന്നും വെള്ളമെല്ലാം കൊണ്ടുപോയിച്ച് സമ്മതമെടുത്തുകയായിരുന്നു. ഇതിലൊന്ന് ഫയർഫോഴ്സിലും എല്ലാം അറിയിച്ച് ഫയർഫോഴ്സ് വന്നു. ബാക്കി വന്ന അപകടം ഒഴിവായി. ഇവർക്ക് പോകാനുള്ള വേറെ വണ്ടി അറേഞ്ച് ചെയ്തത് അവർക്ക് കോതമംഗലം ഇപ്പോൾ വിളിച്ചറിയിച്ചതെന്ന് അവരുന്ന് യാത്രക്കാർക്ക് വേറെ വണ്ടി അറേഞ്ച് ചെയ്യാൻ. 20 യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത്. തീ ആളിപ്പടരുന്നതിന് മുമ്പേ അണയ്ക്കാനായതിനാൽ വലിയ ദുരന്തം ഒഴിവായി. മറ്റൊരു ബസ് എത്തിച്ച് യാത്രക്കാർക്ക് യാത്രാ സൗകര്യമൊരുക്കിയതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു പറഞ്ഞു. GTV ന്യൂസ്, കവളങ്ങാട്. വണ്ടി സൗണ്ട് കേട്ട് വണ്ടി സൈഡിലേക്ക് ഒതുക്കുകയും വണ്ടിയുടെ അടിയിൽ നിന്നും തീയും പുകയും വരുന്നതാണ് ശ്രദ്ധയപ്പെട്ടത്. നാട്ടുകാർ ഉടനെ തന്നെ വെള്ളം ഒഴിച്ച് തീ പടരാതെ ശ്രദ്ധിക്കുകയും കോതമംഗലത്ത് ഫയർഫോഴ്സ് എത്തി പൂർണ്ണമായിട്ട് തീ നിയന്ത്രിക്കുകയാണ് ചെയ്തത്. യാത്രക്കാർക്കും ആർക്കും പരിക്ക് ഈ സമയം വരെ പറ്റിയിട്ടില്ല. യാത്രക്കാർക്ക് ബാംഗ്ലൂർക്ക് യാത്ര തുടരുന്നതിന് വേണ്ടുന്ന സംവിധാനം കോതമംഗലം ഡിപ്പോയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. ഏതാനും സമയത്തിനുള്ളിൽ ബസ് അറേഞ്ച് ചെയ്ത് നമുക്ക് യാത്ര തുടരാൻ സാധിക്കുമെന്നാണ്.